നമസ്കാരം. സംസ്ഥാനത്ത് പാമ്പ് കടിയേറ്റുള്ള മരണങ്ങളും ദുരിതങ്ങളും വർദ്ധിക്കുമ്പോഴും പ്രതിരോധ നടപടികളുടെ ഭാഗമായിട്ടുള്ള സർക്കാർ നിർദ്ദേശം നടപ്പാക്കാതെ തദ്ദേശ സ്ഥാപനങ്ങൾ. ഏറ്റവും അടുത്തുള്ള ഏതെല്ലാം ആശുപത്രികളിൽ പാമ്പ് കടിക്കുള്ള ചികിത്സ ലഭിക്കുമെന്ന വിവരം പൊതുജനത്തിന് കാണത്തക്ക വിധത്തിൽ ബോർഡുകളാക്കി പാതയോരങ്ങളിൽ ഉൾപ്പെടെ പ്രദർശിപ്പിക്കണമെന്ന് തദ്ദേശ വകുപ്പ് ഡയറക്ടർ നൽകിയ നിർദ്ദേശമാണ് പാഴ്വാക്കായത്. പാമ്പ് കടിയേറ്റാൽ ചികിത്സ ലഭ്യമാകുന്ന കേന്ദ്രങ്ങളെക്കുറിച്ചുള്ള വിവരം പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെങ്കിലും ഇത് വളരെ ചുരുക്കം സ്ഥലങ്ങളിലെ പ്രാവർത്തികമായിട്ടുള്ളൂ. പാമ്പ് കടിയേറ്റാൽ ആദ്യത്തെ 1 മണിക്കൂർ അഥവാ ഗോൾഡൻ അവർ ജീവൻ രക്ഷിക്കാൻ ഏറ്റവും നിർണായകമാണ്. എന്നാൽ പലപ്പോഴും എവിടെ ചികിത്സ ലഭിക്കുമെന്നറിയാതെ സമയം പാഴാകുന്നത് മരണകാരണമാകുന്നു. ശബരിമല തീർത്ഥാടന കാലത്ത് പാതയോരത്ത് സ്ഥാപിക്കുന്ന ബോർഡുകളുടെ മാതൃകയിൽ ഒരേ വലുപ്പത്തിലും ഒരേ അളവിലും കളറിലുമുള്ള ബോർഡുകൾ, ഏറ്റവും അടുത്ത ചികിത്സ ലഭ്യമാകുന്ന അംഗീകൃത ആശുപത്രികളുടെ വിവരങ്ങൾ, ദൂരം, ഫോൺ നമ്പറുകൾ, ലഭ്യമാകുന്ന വിവിധതരം ചികിത്സകൾ തുടങ്ങിയ വിവരങ്ങൾ രേഖപ്പെടുത്തി തദ്ദേശ സ്ഥാപനങ്ങളുടെ പരിധിയിലുള്ള പാതയോരങ്ങളിൽ സ്ഥാപിക്കുന്നതിനായിട്ടാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടറേറ്റ് നിർദ്ദേശം നൽകിയത്. ഏറ്റവും അടുത്തുള്ള ചികിത്സാ കേന്ദ്രങ്ങൾ ഏതൊക്കെ എന്നതടക്കം പാതയോരങ്ങളിൽ ബോർഡുകൾ സ്ഥാപിക്കണമെന്ന് തദ്ദേശ വകുപ്പ് ഡയറക്ടർ നിർദ്ദേശം നൽകിയിരുന്നെങ്കിലും ഭൂരിഭാഗം പഞ്ചായത്തുകളും ഇത് നടപ്പിലാക്കിയിട്ടില്ല. കോട്ടയം ജില്ലയിലെ എലിക്കുളം പഞ്ചായത്ത് ഇത്തരം ബോർഡുകൾ സ്ഥാപിച്ച് ചികിത്സാ കേന്ദ്രങ്ങളെക്കുറിച്ചും ഫോൺ നമ്പറുകളെക്കുറിച്ചും വിവരങ്ങൾ നൽകി മാതൃകയായിട്ടുണ്ട്. സംസ്ഥാന തലത്തിൽ എല്ലാ പഞ്ചായത്തുകളിലും നടപ്പാക്കാത്തതാണ് പ്രതിസന്ധിക്കിടയാക്കുന്നത്. ചൂട് കാരണം മാളങ്ങളിൽ നിന്ന് പുറത്തിറങ്ങുന്ന പാമ്പുകളെ കരുതിയിരിക്കണം. മുറ്റത്തേക്കോ വീട്ടിലേക്കോ പാമ്പെത്താം. കഴിഞ്ഞ ദിവസം ഒരു കുട്ടി പാമ്പ് കടിയേറ്റ് മരിച്ചിരുന്നു. ഏപ്രിലിൽ ഇത് 3ാമത്തെ മരണമാണ്. കളിക്കാൻ പോകുന്ന കുട്ടികൾ കാട് പിടിച്ചിടത്തേക്ക് ഇറങ്ങരുതെന്നും ശരീരത്തിൽ അസ്വാഭാവികമായ മുറിവോ നീറ്റിലോ വന്നാൽ അവഗണിക്കരുതെന്നും അധികൃതർ നിർദ്ദേശം നൽകുന്നു. ഒട്ടും വൈകാതെ ആശുപത്രിയിൽ എത്തിക്കണമെന്നും സംസ്ഥാന നോഡൽ ഓഫീസർ വൈ മുഹമ്മദ് അൻവർ നിർദ്ദേശിച്ചു. തലകറക്കം, ഛർദി, ശ്വാസതടസ്സം, കണ്ണടഞ്ഞു പോവുക, വയറുവേദന, മൂക്കിലൂടെ രക്തം വരിക തുടങ്ങിയ ലക്ഷണങ്ങളും കണ്ടേക്കാം. കേരളത്തിൽ കാണുന്ന 10ൽ താഴെ ഇനം പാമ്പുകൾക്ക് ഉഗ്രവിഷമുള്ളൂ. മൂർക്കൻ, വെള്ളിക്കെട്ടൻ, അണലി, ചുരുട്ടമണ്ഡലി, ശൽക്കയണലി, മുഴമൂക്കൻ, കുഴിമണ്ഡലി, രാജവെമ്പാല മുതലായവയാണ് പ്രധാന വിഷപ്പാമ്പുകൾ. മൂർക്കൻ, ചേനത്തണ്ടൻ, വെള്ളിക്കെട്ടൻ എന്നിവ മൂലമാണ് ബഹുഭൂരിപക്ഷം മരണവും. ചൂട് കൂടുന്ന മാസങ്ങളിലാണ് പാമ്പുകൾ കൂടുതലായി പുറത്തിറങ്ങുന്നത്. മുട്ട വിരിയുന്ന സമയവും ഇതാണ്. വിരിഞ്ഞിറങ്ങുന്ന കുഞ്ഞുങ്ങൾ സുരക്ഷിത സ്ഥലം തേടും. അങ്ങനെയാണ് വീടുകളിലും മറ്റുമുള്ള തണുപ്പുള്ളിടത്ത് ഇതെത്തുന്നത്. കെട്ടിടത്തിന് സമീപത്തോ അകത്തോ വിഷപ്പാമ്പിനെ കണ്ടാൽ വനംവകുപ്പിന്റെ രക്ഷാപ്രവർത്തകരുമായി ബന്ധപ്പെടാം. അവരെത്തി പാമ്പിനെ സുരക്ഷിതമായി നീക്കും. ഈ സേവനവും സൗജന്യമാണ്. ഇത് സർപ്പ മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയോ സർപ്പ ജില്ലാ കോർഡിനേറ്റർ വഴിയോ ചെയ്യാം. പാമ്പുകളെ കണ്ടാൽ അവയെ സ്വയം പിടിക്കാൻ ശ്രമിക്കാതെ വനംവകുപ്പിന്റെ അംഗീകൃത രക്ഷാപ്രവർത്തകരുടെ സഹായം തേടാവുന്നതാണ്. ഇതിനായി സർപ്പ മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം. വന്യജീവി ആക്രമണത്തിൽ ജീവൻ നഷ്ടമാകുന്നവർക്ക് നൽകുന്ന 10 ലക്ഷം രൂപയുടെ ധനസഹായം മാറ്റമില്ലാതെ തുടരും. കൂടാതെ വന്യമൃഗ ആക്രമണത്തിന് കിണറുകൾ, മതിലുകൾ തുടങ്ങിയ ആസ്തികൾക്ക് നാശനഷ്ടം സംഭവിച്ചാൽ പരമാവധി 1 ലക്ഷം രൂപ വരെ നഷ്ടപരിഹാരം നൽകാനും പുതിയ മാനദണ്ഡങ്ങളിൽ വ്യവസ്ഥയുണ്ട്. പാമ്പ് കടിയേറ്റാൽ അന്ധവിശ്വാസങ്ങൾക്കോ വ്യാജ ചികിത്സകൾക്കോ പിന്നാലെ പോകാതെ എത്രയും വേഗം പാമ്പ് വിഷത്തിന് മരുന്നുള്ള ആശുപത്രികളിൽ എത്തിക്കുക എന്നതാണ് ജീവൻ രക്ഷിക്കാനുള്ള ഏക പോംവഴി. പാമ്പ്, തേനീച്ച, കടന്നൽ എന്നിവയുടെ ആക്രമണത്തിൽ മരിക്കുന്നവരുടെ ആശ്രിതർക്കുള്ള സഹായധനം 2 ലക്ഷം രൂപയിൽ നിന്നും 4 ലക്ഷം രൂപയായി സർക്കാർ ഉയർത്തിയിട്ടുണ്ട്. വനത്തിനുള്ളിലോ പുറത്തോ എന്ന വ്യത്യാസമില്ലാതെ ഈ ആനുകൂല്യം ലഭിക്കുമെന്നത് സാധാരണക്കാർക്ക് വലിയ ആശ്വാസമാണ്. സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നാണ് ഈ തുക അനുവദിക്കുന്നത്.